കഴിഞ്ഞൊരു 10 മാസത്തോളമായി ഈ മനുഷ്യൻ തന്റെ ഫീൽഡിൽ നിന്ന്, തന്റെ കളിക്കളത്തിൽ നിന്നൊന്നും മാറി നിൽക്കുകയായിരുന്നു. ആ മാറി നിന്നതിന്റെ കുറവ് പലിശയും കൂട്ടുപലിശയും അടക്കം ചേർത്തടച്ച് കളം നിറഞ്ഞാടിയിരിക്കുകയാണ് ഇത്തവണ. ആദ്യത്തെ 5 മിനിറ്റ് പടം തുടങ്ങി ആദ്യത്തെ 5 മിനിറ്റ് മാത്രമേ ഇത് നമ്മുടെ മമ്മൂക്കയാണല്ലോ. കുറച്ച് നാളായല്ലോ കണ്ടിട്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനുശേഷം അങ്ങോട്ട് അയാൾ ചെകുത്താനാണ്. അതിക്രൂരനായ വില്ലൻ. ഒരിറ്റ് ദയയോ കാരുണ്യമോ ഒട്ടും തട്ടാത്ത അതിക്രൂരനായ വില്ലൻ. മമ്മൂക്ക ഇതിനു മുൻപ് പല നെഗറ്റീവ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവയിലെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നാവുന്ന ഒരു എലമെന്റ് എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നുമില്ല. 90കളിലായിരുന്നെങ്കിൽ ഒന്നുകിൽ കീരിക്കാടൻ ജോസോ, അല്ലെങ്കിൽ സ്പടികൻ ജോർജോ, അല്ലെങ്കിൽ എൻ.എഫ്. ഫറീസോ ഒക്കെ ചെയ്ത് ഒരു സ്ഥിരം വില്ലൻ കഥാപാത്രമായേക്കാവുന്ന ഒരു കഥാപാത്രത്തെ എന്ത് ധൈര്യത്തിൽ മമ്മൂക്ക എടുത്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും. കാരണം മലയാള സിനിമയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു മലയാള സിനിമയിൽ മറ്റൊരു നടനും ഇങ്ങനൊരു വേഷം എടുക്കുമെന്ന് സംശയമാണ്. കാരണം കൈയടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ആരാധിക്കാൻ വേണ്ടി ഒന്നുമില്ല. പക്ഷേ മമ്മൂക്ക പറഞ്ഞതുപോലെ പടത്തിനൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഥാപാത്രത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പടം കണ്ട് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒപ്പം ഇറങ്ങി വരും. അതായിരുന്നു മമ്മൂക്കയുടെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം.